ലാസ്റ്റത്തെ ക്ലേ ഉണ്ടാക്കുന്ന വീഡിയോയ്ക്ക് തന്ന സപ്പോർട്ടിന് ഒരുപാട് താങ്ക് യു ട്ടോ എല്ലാവർക്കും. അപ്പം ഇപ്രാവശ്യവും ഞാൻ ക്ലേ റിലേറ്റഡ് വീഡിയോസ് തന്നെയാണ് ചെയ്യാൻ നമ്മുടെ ചാനലിൽ ഏറ്റവും കൂടുതൽ എല്ലാവർക്കും ഇഷ്ടം ക്ലേ വീഡിയോസ് തന്നെയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇന്ന് ഞാനൊരു ക്ലേ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതും ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ, കമൻറ്റ് എല്ലാം ചെയ്തോളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളൊരു സാമ്പ്രാണി ഹോൾഡറാണ് ഉണ്ടാക്കുന്നത്. സാമ്പ്രാണി ഹോൾഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി കാണുന്നതിനേക്കാളും കുറച്ചൊരു വെറൈറ്റി ആയിട്ട് നമ്മളൊരു ബീഡിൻ്റെ ഷേപ്പിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നമ്മുടെ ക്ലേ തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. വീട് പോലെ ഷേപ്പാക്കി, പിന്നെ ആ മേൽക്കൂര വെക്കുമ്പോൾ കുറച്ചൊരു സ്ട്രെങ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഈർക്കിലിയാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. പക്ഷേ ഈർക്കിലി കാണുന്ന പോലെയല്ല, നല്ല സ്ട്രോങ് ആണ്. അത്യാവശ്യം നന്നായിട്ട് അത് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പൊട്ടോ ഒരു വിള്ളലോ അങ്ങനെയൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മുടെ മെയിൻ ആയിട്ടുള്ള സംഭവം ഹോൾ ഉണ്ടാക്കി അതിൽ വെച്ചു. പിന്നെ കുറച്ചും കൂടി സ്ട്രോങ് ആവാൻ ഞാനൊരു ന്യൂഡിൽ സ്ട്രിപ്പ് പോലെ ആക്കിയിട്ട് ചുറ്റും വെക്കുന്നുണ്ട്. ഇത് നല്ലൊരു ഫിനിഷിങ് കിട്ടും, അത് സ്ട്രോങ് ആയിട്ട് നിൽക്കുകയും ചെയ്യും. ഇത് ഞാൻ ടെറക്കോട്ട ജ്വല്ലറി മേക്കിൻ്റെ സമയത്ത് ഉണ്ടാക്കിയൊരു ടൂളാണ്. അത് വെച്ചിട്ടാണ് നമ്മുടെ ഓടൊക്കെ സെറ്റ് ചെയ്തത്. അത് നല്ല ഭംഗിയായിട്ട് തന്നെ വന്നു. അത്യാവശ്യം ഒരു 1 ഡേ ഞാനത് ഡ്രൈ ആക്കി കഴിഞ്ഞിട്ടുണ്ടോ പെയിൻ്റ് അടിച്ച് ബ്രൗൺ അടിക്കണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ ബ്രൗൺ പെയിൻറ് കിട്ടിയില്ല. പിന്നെ കളർ മിക്സ് ചെയ്തപ്പോൾ ഏകദേശം ഒരു ഗ്രേപ്പ് കളർ ആ ഷെയ്ഡാണ് കിട്ടിയത്. പിന്നെ ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് തന്നെ ചെയ്തു. അപ്പം നമ്മുടെ സാമ്പ്രാണി വെച്ച് നോക്കി, ഏകദേശം സെറ്റ് ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ കാറ്റുള്ള കാരണം കുറച്ചൊക്കെ അങ്ങോട്ട് പോയി കേട്ടോ.